ഹലോ, ഗുഡ് മോർണിംഗ് ഗായ്സ്. ഗുഡ് മോർണിംഗ്. ഇപ്പം 6:45 തോന്നുന്നു. രാവിലെ തന്നെ അങ്ങ് പറയാമെന്ന് വിചാരിച്ചു. വേറൊന്നുമല്ല, എന്നും ഓച്ചറ പോകും വൃശ്ചികത്തിന്. അപ്പം അമ്മച്ചിയും കൊണ്ട് ഇന്നലെ ഒന്ന് പോയി. അമ്മച്ചിയെയും കൊണ്ട് ഈ അമ്മമാരെയും കൊണ്ട് പോകുമ്പോൾ അമ്മമാർക്ക് ചെടി ഒരു വീക്ക്നെസ് ആണല്ലോ. അപ്പം അമ്മച്ചിക്ക് ചെടിക്കടയിൽ കയറണം, ചെടി മേടിക്കണം. അന്നേരേ ഞാൻ അമ്മച്ചിയെടുത്ത് പറഞ്ഞു, അമ്മച്ചി ചെടിക്കൊക്കെ കൊടുക്കത്തെ വിലയാണ്, മേടിക്കാതിരിക്കുന്നുള്ളത്. ഇല്ല, അമ്മച്ചി മേടിച്ചേ പറ്റത്തുള്ളൂ. അങ്ങനെ ചെടിക്കടയിലൊന്ന് കയറി. ചെടിക്കടയിൽ കയറിയതും ഞെട്ടിപ്പോയി. ഒരു കാര്യം കാണിച്ചു തരാം. വേണ്ട, ഈ കിടക്കുന്ന മണി പ്ലാന്റിന് 350 രൂപയെന്ന്. ഈ മണി പ്ലാന്റിന് 350 രൂപ. ഇനി അടുത്ത നിങ്ങൾ കാണണം. ഈ ചെടിയുടെ പേരെന്താന്ന് പോലും എനിക്കറിയത്തില്ല. വേണ്ടൊരു വെറ്റമശി കിളിച്ചിരിക്കുന്നതിനകത്ത് പിഴുതം കളഞ്ഞേക്കാം. പണ്ട് നമ്മുടെ വീടിൻ്റെ ഓടിൻ്റെ പുറത്തൊക്കെ കിളിച്ച് വരുന്ന ഒരു സൈസ് ചെടി ഉണ്ടല്ലോ, അതേപോലത്തെ ഒരു ചെടി. എൻ്റെ പൊന്നെ, ഇതിന് 400 അങ്ങനെ എന്തോ. ഈ ചെടിക്ക് 400 രൂപ. പിന്നെ വേണ്ട, ഈ ചെടി അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇതൊന്നുമല്ല എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം, നമ്മുടെ വേണ്ട ഈ സ്നേക്ക് പ്ലാന്റ് ഇല്ലേ, സ്നേക്ക് പ്ലാന്റ്, നമ്മൾ പാമ്പ് ചെടി എന്നൊക്കെ പറയുന്ന സ്നേക്ക് പ്ലാന്റ്. ഇത് എവിടെ കൊണ്ടെന്ന് വെച്ചാലും ഇതിന് കുഞ്ഞുങ്ങളെ കൊണ്ടായിക്കൊണ്ടേ ഇരിക്കും. കണ്ടോ, ഇഷ്ടം പോലെ തയ്യോ. ഒരെണ്ണം കൊണ്ടെന്ന് വെച്ചാൽ മതി, പിന്നെ ചട്ടി നിറച്ചങ്ങ് ആയിക്കോളും. ഈ സംഭവത്തിന് ഇതിൻ്റെ ഒരെണ്ണം ഒരു ചെടിച്ചട്ടിക്കകത്ത് വെച്ചിട്ട് 400 രൂപ, 500 രൂപയൊക്കെ. ഞാൻ ഞെട്ടിപ്പോയി. പിന്നെ ഇത് നിൽക്കുന്ന ചെടിയില്ലേ, ദാണ്ട് ഈ ചെടി ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ദാണ്ട് ഈ ചെടി ഉണ്ടായിരുന്നു അവിടെ. ദാണ്ട് ഈ ചെടി ഉണ്ടായിരുന്നു. ദാണ്ട് ഇവിടെ മൊത്തം സപ്പോർട്ടയുടെ ചെവിടെ മൊത്തം നിൽക്കുക. 5-6 എണ്ണം വെച്ചത്, അത് നിറച്ചായിട്ടുണ്ട്. ഒരു വളവും വേണ്ട, ഒന്നും വേണ്ട, ആരും മൈൻഡ് ചെയ്തില്ലല്ലോ ഇതൊക്കെ വളർന്നോളൂ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ അടുത്തൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇതിൻ്റെ എല്ലാം ഒരു തയ്യും പിഴുതുകൊണ്ട് പോകത്തില്ലായിരുന്നോ. എനിക്ക് 400-500 ഒന്നും വേണ്ടായിരുന്നു. ഒരു തൈക്ക് ഒരു 100 രൂപ വെച്ച് കിട്ടിയാൽ മതിയായിരുന്നു. എന്താ അല്ലേ ചെടിയുടെയൊക്കെ വില. ആ വില കേട്ടതും അമ്മച്ചി ഞെട്ടിയിട്ട് പറഞ്ഞു, വേണ്ട, ചെടി മേടിക്കണ്ട. കാരണം വീട്ടിലുള്ള ചെടിക്കൊക്കെ ഇത്രയും വിലയ്ക്ക് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അവിടെ വന്ന അമ്മമാർ മൊത്തം പറയുവാണ്, അയ്യോ ഇത് അറിഞ്ഞിരുന്നെങ്കിൽ വീട്ടിൽ നിന്ന് കുറേ ചെടിയൊക്കെ പിഴുതുകൊണ്ട് വരാമായിരുന്നെന്ന്. അങ്ങനെയാണ് ഇവിടെ കൊണ്ടുവന്നെടുത്തെങ്കിൽ വൃശ്ചികത്തിന് സാധനം മേടിക്കാനുള്ള പൈസ കിട്ടിയതിന് പോലും. ഇനി ഈ വീഡിയോ കണ്ടിട്ട് ഈ ചെടിയോ തയ്യോ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി. ഈ തൈ ഞാൻ തരുന്നതായിരിക്കും. നിങ്ങൾ ആ ഒരു തൈക്ക് 100 രൂപ വെച്ച് തന്നാൽ മതി കേട്ടോ, കൂടുതലൊന്നും തരണ്ട. ആർക്കെങ്കിലും ഇങ്ങനെ ചെടിക്കടയിൽ പോകുമ്പോൾ, ഹായ് അവിടെ ഇരിക്കുന്ന ചെടിക്ക് ഇത്ര രൂപയോ, നമ്മുടെ വീട്ടിൽ ഈ ചെടി ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ വീട്ടിൽ ഈ ചെടി കൊണ്ടു കൊടുത്തായിരുന്നെങ്കിൽ നമുക്ക് ഇത്ര രൂപ കിട്ടിയതിനായിരുന്നല്ലോ. അങ്ങനെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബില്ലോ. അപ്പം ശരി, ഞാൻ സ്കൂളിൽ വിടാൻ സമയമായിട്ടാ.